നല്ല സമയമാണ് അവിട്ട നക്ഷത്രത്തിന്. പക്ഷേ ഒരു കാലത്ത് സഹായിച്ചിരുന്നവർ ശത്രുക്കളായിട്ട് പെരുമാറും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവർ, ചേർത്ത് പിടിച്ചവർ, പണം കൊടുത്തവർ, സഹായിച്ചവർ ശത്രുഭാവത്തിൽ 100% വന്നിരിക്കും അവിട്ട നക്ഷത്രക്കാർക്ക്. നമസ്കാരം. മനുഷ്യൻ്റെ ദുർബുദ്ധികളെക്കുറിച്ച് കേട്ട് 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 എൻ്റെ മനസ്സ് മരവിച്ചു തുടങ്ങി. ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്കും പൂർവ്വജന്മത്തിലെ ദോഷം കൊണ്ട് ദുരാനുഭവം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. സ്വാമി, ഞാൻ ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നതല്ലോ എന്നാണ്. നമ്മൾ എന്താണ് അതിനൊരു ഉത്തരം പറയുക എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കിയിട്ട് പലതിനും പരിഹാരങ്ങൾ വരിക വളരെ കുറവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആകെ ഉള്ളത് പിതൃദോഷങ്ങൾ തീരുന്ന താന്ത്രിക ഒരു കർമ്മമുണ്ട്. അതല്ലാതെ പിതൃദോഷങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബാക്കി പൂജകൾക്ക് ഫലം കുറവായി കാണുന്നത് കൊണ്ട് താന്ത്രിക കർമ്മ വിധിപ്രകാരമായിട്ടുള്ള പിതൃദോഷങ്ങൾ തീർക്കാൻ പറ്റും. ഞാനത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് സുമതി എന്ന് പറയുന്ന ഒരമ്മ എന്നെ വിളിച്ചു. ഞാൻ വിദേശത്താണ്. ഞാൻ പേര് സുമതി എന്നല്ല, ഞാൻ സുമതി എന്ന പേര് പറയുകയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇത് DNA-യിൽ പറയുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഇല്ല സ്വാമി, എൻ്റെ പേര് മാത്രം പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ ആ പേര് അവരുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം 2 നക്ഷത്രം 2 പേര് ഞാൻ തന്നെ പറയുന്നതാണ്. ഒരു വല്ലാത്ത വിധിയുള്ള സ്ത്രീയാണ്. 16 വയസ്സ്, നല്ലൊരു കുടുംബത്തിൽ 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അവരുടെ സൗന്ദര്യം കണ്ട്, അവരുടെ ബുദ്ധി കണ്ട്, അവരുടെ മുറച്ചെറുക്കൻ തന്നെ അവർ വിവാഹം കഴിക്കാൻ തയ്യാറായി. പക്ഷേ അവരുടെ ഇളയ 4 പെൺകുട്ടികൾ, അതിൻ്റെ ഇളയതൊരു പയ്യൻ, ഇത്രയുമാണ്. അപ്പം 4 ഒന്നും 5 പേരെ നോക്കേണ്ട ഒരു ബാധ്യത, ഇല്ലെങ്കിൽ ആ ചുമതല അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. അമ്മയുടെ പ്രസവകാലമൊക്കെ ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. മൂത്ത സഹോദരി തന്നെയാണ്. അച്ഛന് നല്ല ആരോഗ്യമുള്ള അച്ഛൻ, ആരോഗ്യ ദൃഢമായിട്ടുള്ള അച്ഛൻ. എന്നിട്ട് പോലും അമ്മ പ്രസവിച്ച് ആ പ്രസവ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അമ്മയോടൊപ്പം കിടക്കാൻ ചെന്നില്ലെങ്കിൽ അമ്മയെ ഭീകരമായി നോവിക്കുന്ന ഒരവസ്ഥ കൂടെ ആ മകൾ, ആ സുമതി ചേച്ചി എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പണ്ട് കാലത്തൊക്കെ ഈ 5 പ്രസവിച്ച അമ്മ ആ പ്രസവ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴിയില്ലെങ്കിൽ അവരെ മർദ്ദിക്കുക. പറയുന്ന മുടിക്കിടയിലേക്ക് കൈ ഇങ്ങനെ കയറ്റിയിട്ട് ചുവരിൽ ഇങ്ങനെ ഇടിക്കും എന്നാണ് പറയുന്നത്. അമ്മയെ അത് തടയാൻ ചെയ്യുന്ന മക്കളെ, ആചാരബാഹുവായ ഒരാൾ, കാരണം അവർ 5 മക്കൾ, അതിൽ ഒരെണ്ണം അങ്ങാണ്ട് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടിയും ബാക്കി 4 പെൺകുട്ടികളുമാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും ഈ സുമതി എന്ന് പറയുന്ന ചേച്ചിയിലേക്ക് വന്നു. നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്ന പിതാവ്, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിക്കും. പിന്നെ കായികം, എണ്ണ തേച്ച് പറയുന്നത് മുഴുവൻ എണ്ണ തേച്ചിട്ട് നല്ല വിരിഞ്ഞ മാറും, തലമുടിയും നേരിയ കഷണ്ടിയും പിന്നെ നെറ്റ് കയറിയ കഷണ്ടിയും നീണ്ട മൂക്കുമൊക്കെയാണ് അച്ഛനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഒരു സൗന്ദര്യം ഇവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എണ്ണ തേച്ചിട്ട് നടക്കും. ആ സമയത്തൊരു ചായ കൊടുക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ദേശാഭിമാനി പത്രം മാത്രമേ വായിക്കത്തുള്ളൂ. ദേശാഭിമാനി വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ. കുടുംബത്തിലുണ്ടായിരുന്ന കാവും കുളവും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹം അതിനൊന്നും ശ്രദ്ധിക്കാറേയില്ല. എന്തായാലും അമ്മാവൻ്റെ മകൻ വിവാഹം ആലോചനയല്ല, കാരണം അവരോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് സുമതിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാമെന്നും വിദേശത്താണെന്നും പറഞ്ഞു, കൊണ്ടുപോകാമെന്നും. പക്ഷേ തനിക്ക് താഴെയുള്ള സഹോദരിമാരും ഇളയ സഹോദരനും പ്രസവിച്ച് രോഗമായ അമ്മയും ഇനി ഒരു വിവാഹം കൂടി കഴിച്ചാലും ഇനി ഒരു 5 മക്കളെ കൂടെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന പിതാവ്, എന്താ ചെയ്യാൻ പറ്റുക? ഒരു സ്ത്രീയുടെ ജീവിതം, ഞാൻ പറഞ്ഞ ഒരുപാട് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, സ്വാമി, ചുണ്ടിൻ്റെ പകുതി ഇല്ലാത്ത സ്ത്രീകൾക്ക് വല്ല മുച്ചുണ്ട് എന്ന് പറയും.
ആ സ്ത്രീകൾ എങ്ങനെയാണ് അത് മുച്ചുണ്ടാണ്. ചുണ്ട് ഈ രണ്ട് പല്ലുവെളികൾ ഈ രണ്ട് ഭാഗത്തില്ല, അത് ഓപ്പറേഷൻ ചെയ്ത് മറ്റൊരു മാംസം തുടയിൽ നിന്നും കണ്ടെടുത്ത് ശരിയാക്കിയതാണ്. അവരുടെ ഭീകരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ, എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മുച്ചുണ്ടാണെങ്കിലും അല്ലെങ്കിലും ചില സ്ത്രീകളുടെ ഭീകരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവരുടെ പൂർവ്വജന്മമാണ്. അത് അവർ ജീവിതത്തിൻ്റെ അവസാന കാലം അവർ മറ്റുള്ളവരുടെ ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റമാരോപിക്കുകയും അല്ലെങ്കിൽ ഒരാളെ നശിക്കണം എന്ന് ഒരാളോട് ഈ സ്പർദ്ധയുണ്ടാകുകയും അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്താൽ അവർക്ക് സന്താന പരമ്പരകൾക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലമോ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളും കിടന്ന കിടപ്പും ഒക്കെ അവർ തന്നെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ചുണ്ടൊന്നും ഒരു വലിയ പ്രശ്നമല്ല. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട അവരെ സഹായിച്ച ഒരാളാണ്. ഞാൻ അതിന് മറുപടി പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ മനുഷ്യ സഹജമായ ചില കാര്യങ്ങളാണ്, കാലം തെളിയിച്ചോട്ടെ, അതിൽ ജ്യോത്സ്യനും സ്വാമിയൊന്നും പറയുന്നതായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഈ അമ്മാവൻ്റെ മകൻ സുമതിയെ വേണ്ടാന്ന് വെച്ച് വേറെ കല്യാണം കഴിച്ചു പോയി. ഇളയ കുട്ടികളെല്ലാം ഓരോ അവസ്ഥകളിലേക്ക് മാറി. രോഗദുരിതങ്ങളാൽ അമ്മ കിടപ്പിലായി എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ ആരോഗ്യ ദൃഢമായിട്ടുള്ള ശരീരം കൊണ്ട് ആ അമ്മയ്ക്ക് 5-6 പ്രസവവും കഴിഞ്ഞിട്ട് വീണ്ടും ആ മനുഷ്യനെ സഹിക്കാനോ താങ്ങാനോ ശാരീരികമായിട്ടുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് രോഗദുരിതങ്ങളാൽ ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. കുടുംബം മുഴുവൻ ഇവരുടെ തലയിലായി. മറ്റു മക്കളൊക്കെ ഒരുപാട് അനിയത്തിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ജീവിതം ഹോമിച്ച് കളയാൻ തീരുമാനിച്ച് ഈ അച്ഛൻ ഒരു അവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ആരോഗ്യാവസ്ഥ മോശമായി, വീട്ടിൽ തന്നെ ഇരിപ്പായി. കുടുംബമൊക്കെ ഈ അച്ഛൻ കാരാഗ്രഹത്തിലിരിക്കുന്ന പോലെ ആയി. അദ്ദേഹം നടത്തിയിരുന്ന റേഷൻ കടയും പിന്നെ അല്ലറ ചില്ലറ ബിസിനസ്സും ഒക്കെ തകർന്ന് പാട്ടത്തിന് കൊടുത്തതൊക്കെ പോയി. അങ്ങനെയൊക്കെ ഒരുപാട് ഈ കാലം അങ്ങനെയാണല്ലോ, കാലം ഇങ്ങനെ മാറിത്തിരിഞ്ഞ് വരും അല്ലേ. യൗവനം, ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ ആ പടിവാതിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നോക്കണം നമ്മൾ വന്ന വഴികൾ. അപ്പോഴത്തെ കാലം ഒരുപാട് മാറിപ്പോവും. എന്തായാലും ഇവരെ കുടുംബമൊക്കെ ആകപ്പാടെ ബുദ്ധിമുട്ടിലായപ്പോൾ ഈ അമ്മാവൻ്റെ മകൻ കല്യാണം കഴിച്ചു പോയ അമ്മാവൻ്റെ മകനെ ഒരു കത്തയച്ചു വിലാസം എടുത്തിട്ട്, എനിക്കിങ്ങനെ വീടൊക്കെ പ്രശ്നത്തിലാണ്, ഒരു ജോലി തരണം എന്ന് പറഞ്ഞിട്ട്. നല്ലതാണോ ചീത്തയാണോ എന്നറിയത്തില്ല. അയാൾ ഇവർക്കൊരു ജോലി കൊടുത്ത് ഇവർ വിദേശത്തേക്ക് പോയി. ആ വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ എല്ലാവരെയും ജോലി ചെയ്ത് എല്ലാ അവസ്ഥകളിലും എത്തിച്ചു. ഇളയ പയ്യൻ മാത്രം മുതിർന്നവനാണെങ്കിൽ അവൻ പഠിക്കാനായിട്ട് പോയില്ല. പക്ഷെ അവൻ നല്ലവണ്ണം പടം വരയ്ക്കുമായിരുന്നു. അതിലൊന്നും അവൻ കേമനായില്ല. അല്പസ്വല്പം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അച്ഛനുമായിട്ട് വഴക്കായിരുന്നു. എന്തായാലും ലഹരിയുടെ ഒരവസ്ഥ കഴിഞ്ഞപ്പോൾ ലഹരിയുടെ കഠിനമായ പ്രവർത്തനം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു വീട്ടിനുള്ളിൽ തന്നെ. മറ്റവരെല്ലാം ഇഷ്ടമുള്ള ചെറുപ്പക്കാരെയൊക്കെ കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിച്ചെങ്കിൽ തന്നെ ഈ സുമതി ചേച്ചി തന്നെ മുഴുവൻ സ്വർണവും പണവും കൊടുത്ത് ഇവരെ എല്ലാം കല്യാണം കഴിപ്പിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മാവൻ കൊണ്ടുപോയ അമ്മാവൻ്റെ മകൻ അവരോട് ഇത്തിരി സൗഹൃദപരമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എൻ്റെ സ്വാമി അവനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ചവൻ 2 കുട്ടികളുണ്ട്, വന്നൊരു ഭാര്യ അവൻ്റെ മുമ്പിലുണ്ട്. ഞാൻ കാരണം അവനെനിക്കൊരു ജീവിതമൊക്കെ തന്നവനാണ്. പക്ഷേ ഞാൻ കാരണം ആ 2 കുട്ടികളുടെയും ആ സ്ത്രീയുടെയും ജീവിതം കളയാൻ പാടില്ലല്ലോ, അത് നശിക്കാൻ പാടില്ലല്ലോ, ഞാൻ അതിനൊരു നിമിത്തമാകരുതല്ലോ. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ശരീരവും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം എന്നോട് തന്നെ ഒപ്പം തീരട്ടെ എന്ന് ഈ സുമതി ചേച്ചി പറഞ്ഞതായിട്ട് എന്നോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എൻ്റെ വിധി കൊണ്ട് മറ്റവരെ കല്യാണം കഴിച്ചു. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് നിനക്കിപ്പോഴും ആ സ്ഥാനമുണ്ട്. ഞാൻ മറ്റാരും അറിയാതെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനകാലം വരെ നോക്കാം, നല്ല സമ്പാദ്യങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സ്ത്രീയുടെ നന്മയുള്ള മനസ്സ് കാരണം മറ്റൊരു സ്ത്രീയുടെ മനസ്സ്, അവർ പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. അവർ വിശ്വസിച്ച് 2 മക്കൾ, പിന്നെ അവരുടെ ഭർത്താവ്, ഭർത്താവിനെ ജീവനെ പോലെ സ്നേഹിക്കുന്നൊരു ഭാര്യയാണ് ഞാൻ. എനിക്കത് ചെയ്താൽ എനിക്ക് എൻ്റെ സഹോദരിമാരും ഒക്കെ നല്ല നിലയിൽ നയിക്കുന്നു. അവരാരും എന്നെ അന്വേഷിക്കാറില്ല, എന്നെ വിളിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ചെറിയ സമ്പാദ്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കുകയാണ് സ്വാമി. ഞാനിപ്പോൾ വളരെ മുമ്പ് സ്വാമിയെ കണ്ടതാണ്. ഞാനിപ്പോൾ DNA പ്രോഗ്രാം യാദൃശ്യമായി കണ്ടു. സ്വാമിയുടെ എല്ലാ വീഡിയോസും കണ്ടു. സ്വാമി എന്തുമാത്രം മാറിപ്പോയിരിക്കുന്നു സ്വാമി. ഞാൻ പറഞ്ഞു 10-63 വയസ്സായി, വൃദ്ധനായി, താടിയൊക്കെ വളർന്നു,
പഴയ അനന്തഭദ്രം എഴുതിയ കാലത്ത് സുനിൽ പരമേശ്വരനല്ല, ഇതിനിടയിൽ സ്വാമി പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ കൊണ്ടു കാന്തല്ലൂർ ആശ്രമത്തിലെ. ഞാൻ പറഞ്ഞു, ജീവിതം അങ്ങനല്ലേ, പൊട്ടിക്കരച്ചിലുകളുടെയും. സ്വാമി എന്ന് വിചാരിച്ച് കരഞ്ഞാൽ കണ്ണീര് വരില്ലേ, മുറിഞ്ഞാൽ ചോര വരില്ലേ? മനുഷ്യൻ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് നശിക്കരുത്, ശരീരം നശിച്ചേ പറ്റുള്ളൂ. നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി വേണം. പിന്നെ കല ടീച്ചർ കൂടുതലുള്ളതുകൊണ്ട് ഒരു ഊർജ്ജമാണ്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ മരണം വരെ എന്നോടൊപ്പം ഉണ്ടാകണം, അല്ലേ? അങ്ങനെ ഒരു ശക്തിയായിട്ടൊരു സ്ത്രീ, ഒരു പുരുഷന് ശക്തി സ്ത്രീയാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പുരുഷനെ വഴക്കൊക്കെ ഇടുമെങ്കിൽ പോലും ഒരു സ്ത്രീ ഒരു പുരുഷനോ ഒരു ഊർജ്ജമായി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിലും ആ സൗഹൃദം നമുക്കോ അവർക്കോ ദോഷമാണ് കണ്ടാൽ ആ സൗഹൃദത്തിലൊക്കെ മാറി സഞ്ചരിക്കാനുള്ള ബോധം നമുക്ക് വേണം, അല്ലേ? ഒരുപാട് പേര് ചെന്ന അബദ്ധങ്ങളിലൊക്കെ വീഴുന്നുണ്ട്. നമ്മൾ സുമതി ചേച്ചി എന്താ ചെയ്തത്? അയാളുടെ കുടുംബം നശിപ്പിക്കാൻ നിന്നില്ല. അവർ വളരെ കഷ്ടപ്പെട്ട് അവർ പറഞ്ഞു ഒരുപാട് ഓഫറുകൾ ആണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ട് സ്വാമി ഈ പ്രായത്തിലും. സ്വാമീനെ ചേച്ചി എന്ന് വിളിക്കണ്ട, ഞാനും സ്വാമിയൊക്കെ ഒരേ പ്രായമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്നെ വിളിക്കാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം ഇതെല്ലാം കണ്ടു, എൻ്റെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വാമിയുടെ കപടസന്യാസിയുടെ ആത്മകഥ വായിച്ചു. എനിക്ക് സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച് വലിയ വേദന തോന്നി. ഞാൻ പറഞ്ഞു, അത് വേദനിക്കണ്ട, മനുഷ്യ ജീവിതം എൻ്റെ എന്നുള്ളതല്ല, ഞാനത് എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാം വേദനിച്ചേ പറ്റൂ. പണ്ട് കാലത്ത് ആൾക്കാർ പറയും, കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, കരയിപ്പിച്ചുകൊണ്ട് മരിക്കുന്നു. ഇപ്പോൾ ആരും മരിക്കുമ്പോൾ കരയാറില്ല. സമയമായി, സന്തോഷമായിട്ട് അയ്യോ പോയല്ലോ എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ഭസ്മം തൊടുന്നത് എന്താണ്? നമ്മളൊക്കെ ഒരു പിടി ഭസ്മമാണ്, ഒരു ഭസ്മം തൊടാനേ ഉള്ളൂ ഒരു കലത്തിനകത്ത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചുമന്ന കെട്ടി തീർന്നു, എത്ര തന്നെ തീർന്നു, പിന്നെ ഇല്ല, പിന്നെ ഓർമ്മകളിൽ പോലും ഇല്ല, ഇല്ലേ? പണ്ട് DNA ചാനലിൻ്റെ ഏതെങ്കിലും എപ്പിസോഡ് വരുമ്പം അങ്ങനെ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമായിരുന്നു എന്ന് പറയുന്നുള്ളല്ല, നമ്മൾ ഇന്നിരിക്കുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ, ഇല്ലേ? ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കുന്നു, ശ്വാസം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്നു, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കേൾക്കുന്നു, സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വര നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും നല്ലതേ കൊടുക്കാവൂ, അവരുടെ മനസ്സിന് മാറ്റം ഉണ്ടാകട്ടെ, ആരെയും നശിപ്പിക്കാതിരിക്കട്ടെ. കാരണം അവർ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന മാനസികമായ ഭീകരമായ ദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് അവർക്ക് എത്ര ജന്മം കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഉപാസകരെയൊക്കെ തന്നെ, അല്ലേ? ഉപാസകരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക്, ഉപാസകരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം 7 ജന്മത്തിലെ ദുരന്തമാണ്. സന്താന പരമ്പരകൾക്ക് വരുന്ന. എനിക്കറിയാം ഒരു ഉപദേശകൻ, ഒരു സാധു നാരായണഗുരു സ്വാമിയുടെ ഒരു ശിഷ്യനായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം സഹോദരിമാർക്ക് കൊടുത്തിട്ട് ലേശം സ്വത്തിൽ മാത്രമായിട്ടൊരു കൂര കെട്ടി കിടന്നു അദ്ദേഹം. അവസാനം ആ സ്വത്തിന് വേണ്ടി എല്ലാവരും തമ്മിൽ വഴക്കിട്ട് ഇദ്ദേഹം ഒന്നുമില്ലാതെ ആ ഭൂമി മുഴുവൻ ഉപേക്ഷിച്ച് അവിടുന്ന് പോയി. കരഞ്ഞുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേര് നടന്ന് ഏതോ ഒരു ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിനെ കാണാതായി. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൻ്റെ ശിഥിലമായി പോയിട്ടുള്ള ഒരവസ്ഥ. കാരണം ഉപാസകരെയും സന്യാസി ശേഷന്മാരെയും ഉപാസകരെയും ദൈവികമായി അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെയൊക്കെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വംശം ഉണ്ടല്ലോ, സന്താനത്തിൻ്റെ അടുത്ത സന്താനങ്ങൾ, സന്താന പരമ്പരകൾ, അവർക്കെല്ലാം വലിയ ദുരിതങ്ങൾ ഉണ്ടാകും. അതൊരു വലിയ സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴത്തെ ദുരിതം അനുഭവിക്കുന്നവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പം, പൂർവികമായിട്ടൊരു ഉപാസകൻ ഉണ്ടായിരുന്നില്ലേ, ഒരു യോഗീശ്വര സാന്നിധ്യമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്തും പണവും സമ്പാദ്യവും സ്നേഹവും കരുതലും എല്ലാം പിടിച്ചു പറിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് ഒന്നുമല്ലാതാക്കി മരിച്ചപ്പോൾ മരിക്കാൻ നേരത്തൊരു വെച്ച് വെള്ളം കൊടുക്കാതെ, നേരെ ചൊവ്വേ ശവദാഹം പോലും നടത്താതെ, അല്ലേ, കൊണ്ടുവന്ന് നേരെ മറ്റേതിനകത്തോട്ട് കയറ്റുക, ഭസ്മമാക്കുക, കൊണ്ടുവന്ന് കളയുക, പിന്നെ ഓർമ്മിക്കാതെ ആ സ്വത്തുക്കൾക്ക് വേണ്ടി അടിയുണ്ടാക്കുക പരസ്പരം. അതൊക്കെ വരുന്ന ദുരന്തങ്ങൾ എൻ്റെ ഭഗവാനെ എന്തെല്ലാമാണ് ഈശ്വര. ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് നമ്മൾ അന്യൻ്റെ സ്വത്തും അന്യൻ്റെ പണവും ഒന്നും ആഗ്രഹിക്കരുത്. എല്ലാവർക്കും ഒരു മോശകാലമുണ്ടെങ്കിൽ അത് മാറി വരും, അതിനൊരു മാറ്റം വരും. അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ്, സത്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വേണ്ടത്. എന്നാലും സുമതി ചേച്ചി അവിടുന്ന് ഞാനീ പറയുമ്പം എൻ്റെ അടുത്ത് പറയും, സ്വാമി ഒരു കാര്യം മുഴുവനായിട്ട് പറയില്ല എന്ന്. ഞാനീ പറയുമ്പോൾ ഇങ്ങനെ ഓർമ്മകളിൽ ഓരോന്ന് വരുമ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എൻ്റെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞു, സ്വാമി വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞിട്ട് പോവും, ആ വാതേകത വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയും,
അത് കോതയ്ക്ക് പാട്ട് പോലെയാണെന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ വരുന്നതല്ലേ പറയാൻ പറ്റൂ. ഞാനൊരാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. എന്നിലൂടെ വന്നു പോകുന്ന ചില സത്യങ്ങൾ, ചില നഗ്ന സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ അല്ലേ, ആ യാഥാർത്ഥ്യങ്ങൾ ഞാനങ്ങോട്ട് പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ടൊരു മാനസാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് അല്ലേ. നമ്മളെന്തിനാണ് പറയുന്നത്? ഈശ്വരൻ ഇതൊക്കെ ഉണ്ട് ഈ ഭൂമിയിൽ, നമ്മൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവികമായിട്ടുള്ള കാര്യമല്ല, ദൈവിക അനുഗ്രഹം കൊണ്ട് സത്കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ചിന്തിക്കരുതെന്നും, മറ്റൊരു സ്വത്തും പണവും സമ്പാദ്യവും ആരോപണം, ഒരാളെക്കുറിച്ച് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഒരു ആരോപണം സത്യമല്ലെങ്കിൽ നിൻ്റെ സന്താനങ്ങൾ നിനക്ക് ഉൾപ്പെടെ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിനക്ക് മഹാദുരന്തങ്ങൾ ഉണ്ടാകും. നിൻ്റെ വയറിന് വീർപ്പ് ഇങ്ങനെ വരും, വയറ് വീർത്ത് വരും. മറ്റു അസൂയയും കുശുമ്പും നിറഞ്ഞു നിൽക്കുന്ന ആഭിചാരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് വയറിനിങ്ങനെ വീർപ്പുണ്ടായി സ്തംഭനം ഉണ്ടാകുന്നതാണ്. ചിലരെന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് അപ്പം തന്നെ മനസ്സിലാവും. എന്തായാലും അവിടെ നിന്ന് ഈ അമ്മാവൻ്റെ ഇതൊക്കെ വിട്ടിട്ട് സുമതി ചേച്ചി നാട്ടിലോട്ട് വന്നു. ഒരു ചെറിയ വീട് മേടിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ഒരു വിവാഹ ആലോചന വന്നത്. അവരുടെ ഏതോ ഒരു ബന്ധു വഴി വന്നതാണ്. അദ്ദേഹം ഭാര്യ എന്നോ ഉപേക്ഷിച്ചു പോയ ഒരാളാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ആലോചിച്ചപ്പോൾ വേറെ മറ്റാരോടൊന്നും ആലോചിക്കാനില്ല. എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട് സ്വാമി, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്, ഒരു വീടുണ്ട്, കുറച്ച് പൈസയും ഉണ്ട്, അദ്ദേഹത്തിനും എന്തോ വരുമാനമൊക്കെ ഉണ്ട്, ഞാൻ കണ്ടില്ല, ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും കണ്ടോളൂ, വളരെ സന്തോഷം. ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഏകാന്തതയാണ് ഏറ്റവും വലിയ ഭീകരത എന്ന് ഞാൻ കപട സന്യാസിയുടെ ആത്മകഥയിലും നോവു കടലിലും മജ്ജയമാംസ ഹിമാലയത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾ ജീവിക്കുന്നവനാണ് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ, കണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടുള്ളയും സംസാരിക്കാൻ പോലും ആരുമില്ല, കാരാഗ്രഹത്തിൽ കിടക്കും. അതുപോലെയാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത്, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും അത് അവനനുഭവിക്കുന്ന വേദനയാണ്. നമ്മളിപ്പം ഒരു കോടതിയിൽ ഒരു കേസിന് പോയി, അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? നമ്മൾ കോടതി വരാതെ പോയി ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ. വിധിയും കഴിഞ്ഞാലും ഹൈക്കോടതി, സുപ്രീം കോടതി, ജില്ലാ കോടതി കഴിഞ്ഞ് അങ്ങനെ ഒരുപാടെണ്ണം പോവും. പക്ഷേ നമ്മുടെ നിൽപ്പുണ്ടല്ലോ, ആ ഒരു ദിവസത്തെ നമ്മളിങ്ങനെ നമ്മുടെ കേസിന് വേണ്ടി വിളിക്കുന്നത്, നമ്മൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പോയി നിൽക്കുന്നത്, നമ്മൾ സത്യമാണെന്ന് പറയാൻ പോയി നിൽക്കുന്നത്, ഞാൻ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആ സത്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിന് ആ നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പാണ് ശിക്ഷ അല്ലേ. ബാക്കി ശിക്ഷ കിട്ടുന്നതാകെ രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ ഇതൊന്നുമില്ല, ദൈവം ഈ മനുഷ്യൻ്റെ കോടതി വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതി വെറുതെ ഒന്നും വിടത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും സുമതി ചേച്ചി അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചിട്ട് എന്നെ വിളിച്ചു. എനിക്കിഷ്ടമായി. ഭാര്യ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പം പോയതാണ്. എവിടെയാണെന്നൊരു അറിവുമില്ല. സുഹൃത്ത് മരിച്ചു എന്നും ഇല്ലയെന്നും ഒക്കെ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ലത്, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലൊരു മകനുണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു മകൻ. അതിനെക്കുറിച്ച് മാത്രം പുള്ളി ഇത്തിരി വാചാലനായി. അത് പറയുമ്പോൾ ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നിരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രായം രണ്ടുപേരുടെയും ഏകദേശം ഒരേ പ്രായമാണ്. 60 വയസ്സിനോടടുക്കുകയും 60 വയസ്സ് കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ തുരുത്തിൽ ഒരു പുരുഷനെ കിട്ടുന്നത്, കെട്ടിച്ചയച്ച, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച, എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു സ്ത്രീ, ഒരു പെണ്ണിൻ്റെ കഥയൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും തൻ്റെ ജീവിതം മുഴുവൻ താറുമാറുകയും ഒന്നും അല്ലാതാവുകയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിലൊരു തണൽ കിട്ടി, സന്തോഷമായി. ഒരാളൊരു തണലുണ്ടല്ലോ എന്ന്. എത്ര കാലത്തേക്കൊന്നും അറിയത്തില്ല, അതൊക്കെ അവരോട് പറഞ്ഞു. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് ഫോൺ കൊടുത്തു, ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു സ്വാമിയെ കേട്ടിട്ടില്ല, സ്വാമിയെ കണ്ടിട്ടില്ല, ഞാനിതൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു. ഈ സുമതി ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തായാലും ഗുരുവായൂർ വെച്ച് കല്യാണം തീരുമാനിച്ചു. അവർ ഗുരുവായൂരേക്ക് പോയി. അപ്പോൾ എന്നെയും ടീച്ചറിനെയും വിളിച്ചു, ഒന്ന് പോകണം, ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, എന്തായാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇനി ഒരിക്കൽ പോലും എന്നെ വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുക. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച, അമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ അമ്മയെ പ്രാപിക്കാൻ പോയ ആ കരുത്തനായ മനുഷ്യനും, അച്ഛൻ തന്നെ ആണെങ്കിൽ പോലും അമ്മ അതിന് തയ്യാറാകാത്തതുകൊണ്ട് അമ്മയെ പ്രസവ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് എന്നെ മർദ്ദിക്കുകയും, എന്നുവെച്ചാൽ കാമാസക്തമായ മനുഷ്യൻ്റെ അവസ്ഥ. അവസാനം അച്ഛനൊന്നുമല്ലാതായി മരിക്കുകയും ഇളയ സഹോദരൻ ലഹരി പദാർത്ഥത്തിന് അടിമയെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യലും കുടുംബത്തിനെയൊക്കെ നല്ല നിലയിലാക്കി ഒരു പുരുഷനും ശരീരം പങ്കുവയ്ക്കാതെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഇങ്ങനെ അവസാന കാലത്ത് എന്താണ്, അവസാന കാലത്ത് ഒരു ദൈവഹിതമായിട്ട് ദൈവം ഒരാളെ കൈപിടിച്ചു കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ
ആ സന്തോഷം തോന്നി. എനിക്ക് വളരെ സന്തോഷമായിരിക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ചെന്ന് അവർക്ക് ഞാൻ ടീച്ചർ കൂടെ പോയിട്ട് അവർക്കൊരു നേരിയതും മുണ്ടും വല്ലതും വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അവിടെ വരെ പോകാനും കഴിഞ്ഞില്ല. പിന്നെ കുറേ ദിവസത്തേക്ക് അറിവുമില്ല. എന്തായാലും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് വിധി എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഉണ്ടായത്. കുറേ ദിവസത്തിന് ശേഷം സുമതി ചേച്ചി വിളിച്ചു, സ്വാമി. അപ്പോൾ എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, പറയൂ, ആര് വിളിച്ചാലും പറയും. എന്നെ വലിയ പരാതിയാണ്, ഞാൻ ഫോൺ എടുക്കണില്ല, നമ്പർ തന്നിട്ട്. ഫോൺ എടുക്കാൻ ഞാൻ താഴെയാണ് എൻ്റെ ലാൻഡ് ഫോൺ ഉള്ളത്. ഫോൺ 200 ഫോൺ വരും. ഞാൻ ഇനി ഉള്ളതുപോലെല്ലാം ഞാൻ എടുക്കും, തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ചെവി ഭയങ്കര ചൂടായിട്ട് ചൊറിച്ചിലാണ്. ചെവി ഭയങ്കര പ്രശ്നമാണ്. ഒരു ചെവിയല്ലേ, ഒരു ചെവിയേ ഉള്ളൂ. ഈ ചെവി കണ്ണയക്ഷിക്ക് കൊടുത്ത് ഈ ഫലം പറയുന്ന ചെവി കേൾക്കില്ല. ഇത് ചൊറിച്ച് ഭയങ്കര ഇതിൻ്റെ ചൂടടിച്ചിട്ട് വലിയ പ്രശ്നമാണ്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണില്ല എന്ന് ടീച്ചറിനോട് പറഞ്ഞു. കാരണം സുമതി ചേച്ചി വിളിച്ചു. ഗുരുവായൂർ കല്യാണത്തിന് പോയി, വൈകുന്നേരം പോയി തൊഴുതു. രണ്ടുപേരും തമ്മിൽ തൊഴുതു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് അന്നദാനം കഴിച്ചു. ജീവിതം പങ്കുവയ്ക്കാൻ, നാളെ മുതൽ ജീവിതം പങ്കുവയ്ക്കാൻ പോവുകയാണ്. ജീവിതം തുടങ്ങുകയാണ്. ആ സ്വപ്നമുള്ള ഒരു രാത്രി ഉണ്ടായിരുന്നുള്ളൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ സുമതിയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എന്താണ് ക്ഷമിക്കണേ? അവർ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. എന്താണ്? പണ്ടങ്ങാണ്ട് ഉപയോഗിച്ചു പോയ ഭാര്യ, പിന്നെ മകൻ, ഗുരുവായൂർ. ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മാറുമോ? ആ സുഹൃത്ത് മരിച്ചു. അച്ഛാന്നുള്ള ഒരൊറ്റ വിളിയിൽ അദ്ദേഹം മാറിപ്പോയി. ആ മകൻ്റെ അച്ഛാന്നുള്ളൊരൊറ്റ വിളിയിൽ തേങ്ങുന്ന ആ ഭാര്യയുടെ മുമ്പിൽ ഹൃദയം പൊട്ടി വിങ്ങുന്ന മാപ്പ് തരണം എന്ന് പറഞ്ഞ് പരസ്യമായ ആൾക്കാർ നിൽക്കുമ്പോൾ ആ കാലിലേക്ക് വീണപ്പോൾ ആ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വിവാഹമാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നോവലെ കഥയല്ലേ ഇത്? സുനിൽ പരമേശ്വരൻ എഴുതുന്ന പുതിയ നോവലൊന്നും കഥയൊന്നും അല്ല ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിധി എന്ന് പറയുന്ന ഒരവസ്ഥ, വിധിയുടെ ഒരു അവസ്ഥ, വിധി. ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഒരു കണക്കിന് ഞാൻ ടീച്ചറേയും കൂടെ അവിടെ പോയി ഒരു നേരിയതും മുണ്ടും മേടിച്ച് അവിടെ ചെന്ന് ചേച്ചി എന്ന് വിളിച്ച് അവിടെ ചെന്ന് ആ കല്യാണം കാണാൻ പറ്റും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ കുറേ ദിവസമായിട്ട് ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് സ്വാമി, പോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ എൻ്റെ കാര്യമില്ലയോ, പോകാനും പറ്റിയില്ല. ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? നീ എന്ത് പറയുന്നു സുമതി, എന്ത് പറയുന്നു? ആ പറയുന്നത് ഞാൻ ചെയ്യാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ മകനെ കണ്ടു, എൻ്റെ ഭാര്യയെ കണ്ടു. അയാൾ വേറൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മകൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് അച്ഛനെ എത്രയോ കാലമായിട്ട് ഞാൻ അച്ഛനെ കാണാൻ കഴിയുമോ എന്ന് ഈ അമ്മയോട് ചോദിക്കും. മറ്റേ ആൾ മരിച്ചുപോയി, സുഹൃത്ത്. താലേക്ക് ഇത് നമ്മൾ വിധിയെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്തൊരു അവരുടെ ഒരു ജാതകമേ, ഈ നമ്മുടെ സുമതി ചേച്ചിയുടെ ഒരു ജാതകം. ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരുഷൻ ഒന്ന് ചേർത്ത് പിടിക്കാത്ത പുരുഷന് കഴിയാത്തൊരു പുരുഷൻ്റെ, ഒരു പെണ്ണിൻ്റെ ഒരു അവസ്ഥ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ നമ്മൾക്കിപ്പോൾ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവർ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് സന്തോഷമായി. കാരണം ഞാനാണ് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഗുരുവായൂർ വന്നപ്പോൾ താങ്കൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഇന്നും താങ്കൾ അവിടെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ താങ്കൾ സ്നേഹിച്ചിട്ടില്ല. താങ്കളുടെ ഏകാന്തതയിൽ ഒരു കൂട്ട് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ കൂട്ടിന് വന്നതാണ്. പക്ഷേ താങ്കളുടെ ഏകാന്തതയിൽ ഇന്നും മനസ്സിൻ്റെ ഏതോ കോണിൽ ആ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. പക്ഷേ അവരാണ് ശരി. അവരോടൊപ്പം സന്തോഷമായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് സുമതി ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു, സ്വാമി ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു തരണം, ഞാൻ എന്തു പറയണം എന്ന് എൻ്റെ DNA പ്രേക്ഷകരെന്ന് പറയൂ. ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ പ്രശ്നം. എനിക്കൊന്നും പറയാനില്ല. വിധി ദൈവം ഇങ്ങനെയിട്ട് കളിപ്പാട്ടം. വല്ലാത്ത ദുഃഖം. ഇന്ന് വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റില്ല. ഞാൻ ടീച്ചറെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. അവിട്ട നക്ഷത്രമാണ് ടീച്ചറിൻ്റെ നക്ഷത്രം, അവിട്ടമാണ്. ഞാൻ വല്ല അബദ്ധവും വിളിച്ച് പറഞ്ഞ് ഇന്നിനി ടീച്ചറിൻ്റെ സ്ഥിതി എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സമയമാണ് അവിട്ട നക്ഷത്രത്തിന്. പക്ഷേ ഒരു കാലത്ത് സഹായിച്ചിരുന്നവർ ശത്രുക്കളായിട്ട് പെരുമാറും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവർ, ചേർത്ത് പിടിച്ചവർ, പണം കൊടുത്തവർ
സഹായിച്ചവർ ശത്രുഭാവത്തിൽ 100% വന്നിരിക്കും ഔട്ട നക്ഷത്രക്കാർക്ക്. ഈ ഒരു കാലഘട്ടം അങ്ങോട്ട് അങ്ങനെയാണ്. മനോദുഃഖം വരും, മാനസിക സംഘർഷം വരും, ശാരീരികമായ അവശത ഉണ്ടാകും, ഉദരരോഗം വരും. അവിട്ടത്തിന് സൂപ്പർ കാലഘട്ടമാണ്. ജ്യോതിഷ സംബന്ധമായിട്ട് ഗംഭീര സമയമാണ്. പക്ഷേ പൂർവ്വജന്മം, സഹായിച്ചവരാൽ ദോഷം, സഹായിച്ചവർ തരുന്ന ദുഃഖം, ഇത് അനുഭവിച്ചേ പറ്റൂ. വേറെ ഒന്നുമില്ല. ശ്രീ രവിശങ്കർജി ഗുരുജിയുടെ യോഗ അഭ്യസിച്ചാൽ വളരെ നല്ലതായിരിക്കും. ശാരീരികമായ അവശതകൾക്ക് ഒരുപാട് മാറ്റം വരും. അദ്ദേഹത്തിൻ്റെ സുദർശന ക്രിയ നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കണം. ഞാനൊന്ന് ചെയ്തതാണ്. ഞാൻ പിന്നെ പൊതുവെ മടിയനായതുകൊണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മടിയനായതുകൊണ്ട് തന്നെ ഞാൻ പകുതിയായപ്പോൾ നിർത്തിക്കളഞ്ഞു. പക്ഷെ ടീച്ചർ എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് സുദർശന ക്രിയ ചെയ്യുന്നത് നല്ലതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ്, നല്ല സമയമാണ്. നന്നായിട്ട് വരാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പൂർവ്വജന്മത്തിലെ ഒരു സ്നേഹബന്ധങ്ങൾ പണ്ട് പൂർവ്വമായിട്ട് സഹായിച്ചതും പൂർവ്വജന്മത്തിലെ ദോഷം ഉണ്ടാകുന്നതും പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ വന്ന് മിത്രങ്ങളായിട്ട് ജനിച്ച് നമ്മളെ സഹായിച്ചിട്ടുള്ള സഹായഹസ്തങ്ങൾ ഈ ജന്മത്തിൽ ഒരു ചെറുതായിട്ടെങ്കിലും നമ്മളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചേ പറ്റൂ. അത് ഈ വരുന്ന ഒരു ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം, ചിങ്ങമാസം വരെ ആ പൂർവ്വജന്മ ശത്രുക്കൾ അവിട്ട നക്ഷത്രക്കാരെ മൂക്കിട്ട് ഇക്ഷ എഴുതിപ്പിക്കും, ഹൃദയത്തിൽ കടാര കുത്തി എടുക്കുന്ന പോലെ വേദനിപ്പിക്കുക എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അടുത്തിരുന്നവരെ അകന്നവർ അടുക്കുമ്പോഴും അടുത്തവർ അകലുമ്പോഴും സൂക്ഷിക്കണം. അവിട്ട നക്ഷത്രക്കാർക്ക് ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളുണ്ട്, നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്, സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ സൗഹൃദങ്ങളാൽ മനസ്സിൻ്റെ നീറ്റൽ അത് ശമിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണോ പ്രതിവിധി എന്ന് സ്വയം കണ്ടുപിടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.